മഴതോരും മുൻപയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഞ്ചലിലെ വീട്ടിലെത്തിയ അലീനയെ എൽസമ്മയും സഹോദരന്മാരും ചേർന്ന് അടിച്ചിറക്കി വിടാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അച്ഛൻ കുഞ്ഞും ഏലിയാസും കൂടെ മുണ്ടുമടക്കി കുത്തിക്കൊണ്ട് സിറ്റൗട്ടിലേക്ക് പാഞ്ഞു കയറി. എന്നാൽ ഔതുക്കുട്ടിച്ചാൻ എഴുന്നേറ്റ് അവരെ വഴി തടഞ്ഞു. എന്നെ കൊന്നിട്ടല്ലാതെ നിനക്കൊന്നും അവരുടെ ദേഹത്ത് തൊടാൻ പോലും പറ്റില്ലടാ, ഔതുക്കുട്ടി പറഞ്ഞു. അങ്ങോട്ട് മാറി നിൽക്ക് കിഴവാ മുൻപീന്ന്. വയസ്സുകാലത്ത് ഞങ്ങളുടെ കൈകൊണ്ട് ചാവണ്ട, അച്ഛൻ കുഞ്ഞു പറഞ്ഞു. എനിക്ക് മനസ്സില്ലടാ മാറാൻ, നീ കൊല്ല്. ഞങ്ങളുടെ പെങ്ങടെ വീടാ ഇത്. ഇവിടെ അതിക്രമിച്ച് കയറിയവരെ അടിച്ചിറക്കിയാൽ ഒരു പട്ടിയും ഞങ്ങളോട് ചോദിക്കാനില്ല. ആര് പറഞ്ഞടാ നിന്റെ പെങ്ങടെ വീടാണെന്ന്? ലാലിച്ചനാ ഈ വീട് വെച്ചത്. അവന്റെ പേരിലാ പ്രമാണങ്ങള്. ഈ വീടിന്റെ കരം കെട്ടുന്നതും അവനാ. അവന്റെ വീട്ടിൽ കയറി അവന്റെ മകളെയും അവന്റെ അപ്പനെയും ഞോണ്ടിയിട്ട് നീയൊക്കെ ഈ അഡ്രസ്സിൽ കൂടി ഞെളിഞ്ഞ് നടക്കോടാ, ഔതുക്കുട്ടിച്ചാൻ തിരിച്ചടിച്ചു. വീട് മാത്രമേ നിങ്ങളുടെ മോന്റെ പേരിലുള്ളൂ. അതിരിക്കുന്ന സ്ഥലം എലസമ്മയുടെ പേരിലാണ്. മൂപ്പിന് ഞങ്ങളെയാണോ നിയമം പഠിപ്പിക്കുന്നേ? ഏലിയാസ് ഔതുക്കുട്ടിച്ചാനോട് തട്ടിക്കയറി. അയാളെ തള്ളി മാറ്റിയിട്ട് അങ്ങോട്ട് കയറിച്ചില്ല അച്ചായ, ഏലിയാസ് അച്ഛൻ കുഞ്ഞിനോട് പറഞ്ഞു. ഔതുക്കുട്ടിച്ചാൻ എളിയിൽ നിന്ന് മടക്കു പിച്ചാത്തിയെടുത്ത് നിവർത്തി. ഇതിൽ ചുണയുള്ള തന്തയ്ക്ക് പിറന്നവന്മാരുണ്ടെങ്കിൽ വാടാ. കൊട്ടാരമറ്റം ഔതുക്കുട്ടിയുടെ 2 or 4 പല്ലേ കൊഴിഞ്ഞിട്ടുള്ളൂ. ശൗര്യത്തിന് ഒട്ടും കുറവ് വന്നിട്ടില്ല. ഔതുക്കുട്ടിച്ചാൻ്റെ കയ്യിൽ പേനാക്കത്തി കണ്ടതോടെ ഏലിയാസും അച്ഛൻ കുഞ്ഞും അല്പം വിരണ്ടു. വല്യപ്പച്ച, വിളി കേട്ട് ഔതുക്കുട്ടിച്ചാൻ തിരിഞ്ഞു. അലീന വാതുക്കൽ നിൽക്കുന്നു. എന്തിനാ വല്യപ്പച്ച കത്തിയും തോക്കുമൊക്കെ? അതെന്തെങ്കിലും ഒരു പരിഹാരമാണോ? അല്ല, ഇവന്മാർക്ക് നിന്നെ ഇവിടുന്ന് അടിച്ചെടുക്കണമെന്ന്. അവരെ തടയണ്ട. അവർക്ക് പറയാനുള്ളത് പറയട്ടെ, ചെയ്യാനുള്ളത് ചെയ്യട്ടെ. ഇതവരുടെ പെങ്ങളും മക്കളും താമസിക്കുന്ന വീടല്ലേ. ചോദിക്കാനും പറയാനുമുള്ള അധികാരം അവർക്കുണ്ടല്ലോ. ശാന്തമായ സ്വരത്തിൽ ഒരു മന്ദസ്മിതത്തോടെയാണ് അലീന സംസാരിച്ചത്. നിർഭയമായ മനസ്സ്. അവളുടെ മുഖത്ത് ആത്മവിശ്വാസം ചൊരിഞ്ഞു. തിളച്ചു നിന്നിരുന്ന അച്ഛൻ കുഞ്ഞിൻ്റെയും ഏലിയാസിൻ്റെയും ചോര ഒന്നടങ്ങി. എൻ്റെ പപ്പയുടെ പ്രായമുള്ളവരാ നിങ്ങൾ ഓരോരുത്തരും. അലീന അച്ഛൻ കുഞ്ഞിനെയും ഏലിയാസിനെയും മൈക്കിളിനെയും സാമൂലിനെയും മാറി മാറി നോക്കി. നിങ്ങൾക്ക് എന്താ വേണ്ടത് പറഞ്ഞാൽ മതി. അച്ഛൻ കുഞ്ഞും ഏലിയാസും അന്യോന്യം നോക്കി. ഏലിയാസ് പറഞ്ഞു, നീ ഇപ്പം ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തരണം. അതിനെന്താ, ഞാൻ ഇറങ്ങിപ്പോയിക്കോളാമല്ലോ, അലീന പറഞ്ഞു. ഞാൻ ഇവിടെ സ്ഥിരതാമസത്തിന് വന്നതല്ല. ഇവിടുന്ന് എന്തെങ്കിലും തട്ടിക്കൊണ്ടുപോകാനും വന്നതല്ല. നീ പിന്നെ എന്തിനാണടി ഇങ്ങോട്ട് എഴുന്നള്ളിയത്? റീത്താമ്മ മുറ്റത്തെന്ന് വിളിച്ചു ചോദിച്ചു. ബന്ധങ്ങളുടെ വില അറിയാവുന്നതുകൊണ്ട്. എൻ്റെ പപ്പയുടെ ഭാര്യയും മക്കളുമാണല്ലോ ഈ വീട്ടിലെ താമസക്കാര്. കുറേ കാലമായി അവർ തമ്മിൽ അകന്ന് ജീവിക്കുകയാണെന്ന് എനിക്കറിയാം. അവരെ തമ്മിൽ ഒന്നിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അതിന് ശ്രമിക്കാൻ വേണ്ടിയാ ഞാൻ വന്നത്, അലീന വെളിപ്പെടുത്തി. അവരെ തമ്മിൽ ഒന്നിപ്പിക്കാഞ്ഞിട്ട് നിനക്കെന്തത്ര സൂക്കേട്? ഒന്നിപ്പിച്ചു കൊടുത്താൽ നിനക്ക് കമ്മീഷൻ വല്ലതും കിട്ടുമോ? റീത്താമ്മ ദേഷ്യത്തോടെ ചോദിച്ചു. ആൻറ്റി, എനിക്കൊരു കമ്മീഷനും വേണ്ട. തമ്മിൽ വേർപിരിഞ്ഞ് ജീവിക്കുന്ന അപ്പനും അമ്മയും മക്കളും ഒത്തുചേർന്ന് ഒരൊറ്റ കുടുംബമായി ഒന്നിച്ച് ജീവിക്കുന്ന കാണുമ്പോഴുണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ, അതാണ് ഈ ബിസിനസ്സിൽ എനിക്ക് കിട്ടുന്ന ഒരേ ഒരു കമ്മീഷൻ. എനിക്കതു മതി. അവരെ തമ്മിൽ ഒന്നിപ്പിക്കാൻ വേണ്ടി മധ്യസ്ഥത ചമയാൻ എന്ത് യോഗ്യതയാണടി നിനക്കുള്ളത്? നീ ആരാ? എവിടുന്ന് വന്നവളാ? നിന്റെ അഡ്രസ്സ് എന്താ? റീത്താമ്മ പരിഹസിച്ചു. ആരുമല്ലായിരുന്നു ആൻറ്റി. ഞാൻ മറ്റുള്ളവർ ദാനം ചെയ്ത അന്നം കഴിച്ച് 23 വർഷം അനാഥാലയത്തിൽ ജീവിച്ചവളാ. പക്ഷേ ഇപ്പം എനിക്കൊരു അഡ്രസ്സ് ഉണ്ട്. കൊട്ടാരമട്ടത്തിൽ സ്റ്റാൻലി ജോസഫിൻ്റെ മകളാണ് ഞാൻ. സ്റ്റാൻലിയുടെ മകൾ? എന്താണടി തെളിവ്? തെളിയിച്ചാലും ഈ നിൽക്കുന്ന കുട്ടികളുടെ ഒപ്പമാകുമോ നീ? ഇവരെ ലോകം അംഗീകരിച്ച അപ്പനും അമ്മയ്ക്കും ജനിച്ച കുട്ടികളാ. നീയോ? ഇവർ ജനിച്ചപ്പോഴേ ഇവർക്ക് അപ്പനും അമ്മയും ഉണ്ടായിരുന്നു. നിനക്കോ? ഇന്നലെ അല്ലേടി നീ സ്റ്റാൻലിയുടെ മകളായത്. അതിനു മുൻപ് നീ ആരായിരുന്നു? ഞാൻ ആരോ ആയിക്കോട്ടെ, ഈ നിൽക്കുന്ന കുട്ടികൾക്ക് അപ്പനും അമ്മയും ഉണ്ടാകുന്നതിന് മുൻപേ സ്റ്റാൻലി ജോസഫിൻ്റെ മകളായിട്ട് ജനിച്ചവളാ ഞാൻ. അന്നും ഇന്നും എന്നും ഞാൻ അദ്ദേഹത്തിൻ്റെ തന്നെ മകളാണ്. ഇന്നലെ വരെ അത് ഞാനും നിങ്ങളും അറിയാതിരുന്നത് എൻ്റെ കുറ്റം കൊണ്ടല്ല. നീ സ്റ്റാൻലി ജോസഫിൻ്റെ മകളാണെങ്കിൽ നിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റിലും സ്കൂൾ സർട്ടിഫിക്കറ്റിലും അപ്പൻ എന്ന കോളത്തിൽ ആ പേരുണ്ടാകുമെടി. എൻ്റെ സർട്ടിഫിക്കറ്റിൽ അങ്ങനെ ഒരു പേരില്ല. വേണമെങ്കിൽ ചേർക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ആ കോളം പൂരിപ്പിച്ച് കിട്ടുന്ന ഒരു ലാഭവും എനിക്ക് വേണ്ട. കോളത്തിൽ പേര് ചേർത്തിട്ടും സ്വന്തം അപ്പൻ്റെ സ്നേഹവും സംരക്ഷണവും കിട്ടാതെ അകന്നു ജീവിക്കുന്ന ഈ കുട്ടികളെ അവരുടെ അപ്പനോട് അടുപ്പിക്കാൻ സാധിക്കുമോ എന്നറിഞ്ഞാൽ മാത്രം മതി എനിക്ക്. അതൊക്കെ വേണ്ട പോലെ ചെയ്യാനേ ഇവിടെ വേറെ ആളുകളുണ്ട്. നിന്റെ സഹായം വേണ്ട, റീത്തമ്മ പറഞ്ഞു. എൻ്റെ പപ്പയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ഒത്തുചേർന്ന് ഒന്നിച്ച് ജീവിക്കുന്നതിൽ ഇവിടെ ആർക്കാണ് എതിർപ്പ്? ആൻറ്റിക്കാണോ? ചോദ്യം കൃത്യമായിരുന്നു.
റീത്താമ്മയ്ക്ക് ഒഴിഞ്ഞു മാറാൻ കഴിഞ്ഞില്ല. എനിക്ക് യാതൊരു എതിർപ്പുമില്ല. നിങ്ങൾക്കാർക്കെങ്കിലും എതിർപ്പുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. ആ നിമിഷം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാം, അലീന പറഞ്ഞു. അലീന ഏലിയാസിനെയും അച്ഛൻ കുഞ്ഞനെയും സാമുവലിനെയും സേവിച്ചനെയും സൂക്ഷിച്ചു നോക്കി. അവരെല്ലാം ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് അലീനയ്ക്ക് മനസ്സിലായി. അപ്പോൾ ആർക്കും ഒരു എതിർപ്പില്ലല്ലോ? അങ്ങനെയാണെങ്കിൽ ഒരു ഉപകാരം ചെയ്യണം. 2 ദിവസം എനിക്ക് തരണം. എൽസമ്മ ആൻറ്റിയോടും മക്കളോടും സംസാരിക്കാൻ വേണ്ടിയാണ്. വേറൊന്നും എനിക്ക് വേണ്ട. 2 ദിവസം കഴിയുമ്പോൾ വന്ന പോലെ തിരിച്ചു പോയിക്കൊള്ളാം. എൻ്റെ പപ്പയുടെ സ്ഥാനത്താണ് നിങ്ങൾ 5 പേരും. നിങ്ങൾക്കുമുണ്ടല്ലോ മക്കൾ. 2 ദിവസം എനിക്കിതാ, നാളെയും മറ്റന്നാളും. ഇതൊരപേക്ഷയാണ്. അതൊരു അപേക്ഷ തന്നെയായിരുന്നു. ജ്യേഷ്ഠാനുജന്മാർ പരസ്പരം നോക്കി. എന്തു വേണമെന്ന് കണ്ണുകൾ തമ്മിൽ അന്വേഷിച്ചു. ഓരോരുത്തരായി സിറ്റൗട്ടിൽ നിന്ന് ഇറങ്ങി. മുറ്റത്ത് അടക്കിപ്പിടിച്ച കുശൂശുപ്പുകളുണ്ടായി. ഒടുവിൽ അവർ ഓരോരുത്തരായി കൂടിയാലോചനയ്ക്കെന്ന മട്ടിൽ റീത്താമ്മയുടെ വീട്ടിലേക്ക് നീങ്ങി. മുറ്റം ശൂന്യമായി. സിറ്റൗട്ടിൽ ഔതക്കുട്ടിച്ചായനും അലീനയും മാത്രം ശേഷിച്ചു. ഔതക്കുട്ടിച്ചായൻ അലീനയെ നോക്കി മന്ദഹസിച്ചു. വല്യപ്പച്ച, ആ മടക്ക് പിച്ചാത്തിങ് തന്നേ. അലീന കൈനീട്ടി. ഔതക്കുട്ടിച്ചായൻ കൊടുത്തു. ചെറുവിരലിൻ്റെ അത്രേ വലിപ്പമുള്ളൂ. അലീന അതിൻ്റെ മൂർച്ച നോക്കി. ഇത് വെച്ച് കുത്തിയാൽ മനുഷ്യൻ മരിക്കുമോ? അലീന ചോദിച്ചു. എവിടുന്ന്? ഇതൊക്കെ ഒരു ധൈര്യമല്ലേ? അടക്ക ചുരുണ്ടാനും പഴം കണ്ടിക്കാനും കൊള്ളാം, ഔതക്കുട്ടിച്ചായൻ ചിരിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ എൽസമ്മ തിരിച്ചെത്തി. ടാനിയെയും ടെൽസയെയും ടോജോയെയും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ 3 പേരും ചെന്ന് അത്താഴം കഴിച്ചിട്ട് വാ. ഇന്ന് അവിടെയാ. ഒച്ച താഴ്ത്തിയാണ് എൽസമ്മ സംസാരിച്ചത്. മമ്മി എന്തിനാ പതുക്കെ പറയുന്നേ? ഉറക്കെ പറ, ഞാൻ കേട്ടില്ല, ടെൽസ ഒച്ച വെച്ചു. മിണ്ടാതെടി, ഷാനിയെ ശകാരിച്ചു. അത്താഴം ആൻറ്റിയുടെ അടുത്താണെന്ന്. നമ്മളവിടെ പോയി ചോറിനണോ? ടെൽസയുടെ ശബ്ദമുയർന്നു. എൽസമ്മ കൈത്തലം കൊണ്ട് അവളുടെ വായ് പൊത്തി. ടാനിയയ്ക്കും ടോജോയ്ക്കുമൊപ്പം റീത്താമ്മയുടെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങവേ ടെൽസ അലീനയോടും ഔതക്കുട്ടിച്ചായനോടുമായി സന്തോഷത്തോടെ പറഞ്ഞു, ഞങ്ങളെ ചോറുണ്ണാൻ പോകുക, ആൻറ്റിയുടെ അടുത്ത്. ആരോടും പറയണ്ട കേട്ടോ, രഹസ്യമാ. ടാനിയയുടെ മുഖം വിളറിപ്പോയി. അലീന ടെൽസയെ നോക്കി പുഞ്ചിരിച്ചു. നിങ്ങൾ പോയി കഴിച്ചിട്ട് വാ. ചേച്ചിക്കും വലിയപ്പച്ചനും ചോറ് കൊണ്ടുവരണോ? വേണ്ട, അലീന പറഞ്ഞു. അവർ പോയി കഴിഞ്ഞപ്പോൾ ഔതക്കുട്ടിച്ചായൻ ചോദിച്ചു, ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് വല്ല ഫലവും ഉണ്ടോ മോളെ? നോക്കാം. പിടിക്കുന്നിടത്തെല്ലാം ജയിക്കണമെന്നില്ലല്ലോ വല്യപ്പച്ച. തോൽവി വന്നാൽ അതും സ്വീകരിക്കണം. അലീന എൽസമ്മയുടെ മുറിയുടെ വാതിക്കലേക്ക് പോയി. കട്ടിലിന്റെ ക്രാസിൽ തലയണ ചാരി വെച്ച് അതിലേക്ക് ചാരി കിടന്ന് നെറ്റി തടവുകയാണ് എൽസമ്മ. അവരുടെ ഇടത് കൈയിൽ ടൈഗർ ബാമിന്റെ ചെറിയ കുപ്പി. മുറിയിലെ വായുവിൽ യൂക്കാലിയും പെപ്പർമിന്റും ഇടകലർന്ന മണം. അലീന മുറിയിലേക്ക് കയറി നിന്നു. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. എന്തെങ്കിലും വിരോധമുണ്ടോ? എൽസമ്മ മുഖം തിരിച്ച് അവളെ നോക്കി. അടിതൊട്ട് മുടി വരെ കണ്ണുകൊണ്ടളന്നു. പിന്നെ അവജ്ഞയോടെ പറഞ്ഞു, നീ എന്നോട് മിണ്ടരുത്, എൻ്റെ മുൻപിൽ വരരുത്, നിന്റെ മുഖം എനിക്ക് കാണണ്ട. അലീന 2 നിമിഷം മിണ്ടാതെ നിന്നു. സാവധാനം മുറി വിട്ടിറങ്ങിപ്പോന്നു. പിന്നീട് അവൾ ടാനിയയുടെയും ടെൽസയുടെയും മുറിയിലേക്ക് ചെന്നു. ഇത്രയും അലങ്കോലപ്പെട്ട ഒരു മുറി ഇതിനു മുൻപ് അവൾ എവിടെയും കണ്ടിട്ടേയില്ല. പാതി കീറിയ ജനാലവിരികൾ ഏങ്കോണിച്ച് ഞാന്നു കിടന്നു. ബെഡിൽ ഷീറ്റുകൾ ചുരുട്ടിക്കൂട്ടിയിട്ടിരുന്നു. മുഷിഞ്ഞതും അലക്കിയതുമായ വസ്ത്രങ്ങൾ തമ്മിൽ വേർതിരിച്ചറിയാനാവാതെ നിലത്തും കട്ടിലുകളിലും അഴകളിലും ഹാങ്കറുകളിലും ചിതറിക്കിടപ്പുണ്ടായിരുന്നു. എലിപ്പൊന്ത പോലൊരു മുറി. അലീനയ്ക്ക് അങ്ങനെയാണ് തോന്നിയത്. ടോജോയുടെ മുറിയും വ്യത്യസ്തമായിരുന്നില്ല. ചപ്പുചവറുകളുടെയും ആക്രി സാധനങ്ങളുടെയും ഒരു കൂമ്പാരമായിരുന്നു ആ മുറിയിലും മേശപ്പുറത്തും. ടാനിയയും ടെൽസയും ടോജോയും ഭക്ഷണം കഴിച്ച് തിരിച്ചു വന്നു. കുട്ടികൾ പഠിക്കാനിരിക്കുന്ന ലക്ഷണമൊന്നും കണ്ടില്ല. വന്നയുടനെ 3 പേരും കിടക്കാനൊരുങ്ങി. അലീന മുറിയിലേക്ക് ചെന്നു. ബെഡ് തട്ടിക്കുടഞ്ഞു. ഷീറ്റ് വിരിക്കുകയോ കവറിൽ നിന്ന് വെളിയിൽ ചാടിയ തലയണ നേരാവണ്ണം വഹിക്കുകയോ ബെഡിൽ കിടന്ന വസ്ത്രങ്ങളും പുസ്തകങ്ങളും മറ്റും നീക്കം ചെയ്യുകയോ ചെയ്യാതെ 2 പേരും കിടന്നു കഴിഞ്ഞു. നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ലേ? അലീന ചോദിച്ചു. നാളെ ശനിയാഴ്ചയാ, ടെൽസ സന്തോഷത്തോടെ പറഞ്ഞു. മോൾ ഏത് ക്ലാസ്സിലാ? 8ല്. ഞാൻ തോറ്റു പോയതാ. എനിക്ക് ബുദ്ധിയില്ല, ഒന്നും പഠിക്കത്തില്ല. റീത്താമാൻറ്റി എപ്പോഴും പറയും ഞാൻ പൊട്ടിയാണെന്ന്. മന്ദബുദ്ധിയെന്നും വിളിക്കും, കഴുതയെന്നും വിളിക്കും. ടെൽസ യാതൊരു വികാരഭേദവുമില്ലാതെ പറഞ്ഞു. അലീനയുടെ ഹൃദയം നൊന്തു. ബുദ്ധിയിലും പഠിപ്പിലും അല്പം പിന്നാക്കമാണെങ്കിൽ പോലും മോള് മിടുക്കിയാണ്, മറ്റുള്ളവരെക്കാൾ ഒരു പോരായ്മയുമില്ലാത്തവളാണ് എന്നെല്ലാം പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് ആത്മവിശ്വാസം കൊടുത്ത് ഉയർത്തിക്കൊണ്ടുവരേണ്ട കുട്ടിയെ പരിഹാസവാക്കുകളാലും നിന്ദാവചനങ്ങളാലും തല്ലിച്ചതച്ചിട്ടിരിക്കുന്നു. അവളെ നാണം കെടുത്തി, ആത്മബോധം കൂടി നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. പിന്നീട് അലീന ടോജയോട് ചോദിച്ചു, മോൻ ഏത് ക്ലാസ്സിലാ? അവനും 8ലാ, ടെൽസ പറഞ്ഞു.
ടാനിയ, അലീന വിളിച്ചു. ടാനിയ അലീനയുടെ നേർക്ക് നോക്കുകൂടി ചെയ്തില്ല. അലീന ടാനിയയുടെ കട്ടിലിൽ ചെന്നിരുന്നു. എൻ്റെ ബെഡിലിരിക്കണ്ട, എനിക്കിഷ്ടമല്ല, ടാനിയ മുഖത്തടിച്ച പോലെ പറഞ്ഞു. ഞാൻ എഴുന്നേറ്റ് പോയിക്കോളാം, പക്ഷേ വീട്ടിൽ വരുന്ന അതിഥികളോട് ഇങ്ങനെ പെരുമാറുന്നത് ശരിയല്ല കേട്ടോ. ആരും ക്ഷണിച്ചില്ലായിരുന്നല്ലോ അതിഥിയായിട്ട് എഴുന്നള്ളാൻ. ക്ഷണിക്കാതെയും അതിഥികൾ വരും, അവരോട് മാന്യമായിട്ട് പെരുമാറണ്ടേ? നിങ്ങൾ റീത്താമാൻ്റിയുടെ വീട്ടിൽ പോയി അത്താഴം കഴിച്ചു, എന്നെ നോക്കണ്ട. പക്ഷേ വല്യപ്പച്ചൻ ഉണ്ടായിരുന്നല്ലോ ഇവിടെ. നിങ്ങളുടെയും കൂടി വല്യപ്പച്ചനല്ലേ. ഈ രാത്രിയിൽ ഇനി എവിടുന്ന് കിട്ടും ആഹാരം? പട്ടിണി കിടക്കണ്ടേ? പ്രായമായ ആളല്ലേ മോളെ. ഇവിടെ ആഹാരം ഉണ്ടാക്കിയില്ല, അതുകൊണ്ടാ കൊടുക്കാത്തത്, ടാനിയ പറഞ്ഞു. വീട്ടിൽ വന്ന അതിഥിയോട് ഇവിടെ ആഹാരം ഉണ്ടാക്കുന്നില്ലെന്ന് പറഞ്ഞാൽ മതിയോ? എന്നിട്ട് നിങ്ങൾ അടുത്ത വീട്ടിൽ പോയി കഴിക്കുകയും ചെയ്തു. അത് ശരിയാണോ? റീത്താമാൻ്റിയോട് നിങ്ങൾ പറയണമായിരുന്നു വല്യപ്പച്ചനും കൂടി ആഹാരം കൊടുക്കണമെന്ന്. ഞാൻ എന്തിനാ എനിക്ക് ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നേ? എന്തുകൊണ്ട് മോൾക്ക് വല്യപ്പച്ചന് ഇഷ്ടമല്ല? എനിക്കറിയില്ല, അവൾ വെറുപ്പോടെ പറഞ്ഞു. അത് ബുദ്ധിയുള്ള പെൺകുട്ടിയുടെ മറുപടിയല്ല. വല്യപ്പച്ചൻ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു? മമ്മിക്കും റീത്താമാൻ്റിക്കും ഇഷ്ടമല്ല, അതുകൊണ്ട് ഞങ്ങൾക്കും ഇഷ്ടമല്ല. അങ്ങനെ പറയരുത്. മോള് പഠിപ്പുള്ള കുട്ടിയല്ലേ, മോള് ചിന്തിക്കേണ്ടേ? മമ്മിയും റീത്താമാൻ്റിയും ജീവിക്കുന്നത് അവരുടെ ജീവിതമാ. മോളുടെ ജീവിതം അവരുടെ ജീവിതത്തെക്കാൾ എന്തുമാത്രം വ്യത്യാസപ്പെട്ടതാ, എന്തുമാത്രം വിലപിടിച്ചതാ. അവർ അവരുടെ ജീവിതം 3/4 പങ്കും ജീവിച്ചു തീർത്തു കഴിഞ്ഞു. അവരുടെ ജീവിതം പരാജയമാണെന്ന് മോൾ അനുഭവത്തിൽ കൂടി കാണുന്നതല്ലേ. പക്ഷേ മോൾക്കോ ഒരു ജീവിതം കരുപിടിപ്പിച്ചുകൊണ്ട് വരണം. അതിന് മനസ്സും ഹൃദയവും വെടുപ്പാക്കി വയ്ക്കണം, ആരോടും വെറുപ്പും വിദ്വേഷവും ഇല്ലാതെ. എന്നാലേ നമുക്ക് മുന്നോട്ട് കുതിക്കാനുള്ള ഉത്സാഹം കിട്ടൂ. ടാനിയ ഒന്നും മിണ്ടാതിരുന്നു. ടെൽസ അവളുടെ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. പപ്പായ്ക്ക് ഞങ്ങളെ ഇഷ്ടമല്ല. പപ്പയ്ക്ക് അവിടുത്തെ പട്ടികളോടുള്ളതിൻ്റെ 100-1 സ്നേഹം പോലും ഞങ്ങളോടില്ല. അത് ഞങ്ങൾക്കറിയാം. നിങ്ങളെ പഠിപ്പിക്കാനുള്ള ചെലവുകൾ വഹിക്കുന്നതും നിങ്ങൾക്ക് ആഹാരവും വസ്ത്രവും മരുന്നും മറ്റു സൗകര്യങ്ങളും തരുന്നതും പപ്പയല്ലേ. പപ്പയ്ക്ക് നിങ്ങളോട് ഇഷ്ടമില്ലെങ്കിൽ ഇതിനൊക്കെ വേണ്ടി പണം മുടക്കേണ്ട കാര്യമുണ്ടോ? അലീന ചോദിച്ചു. ടാനിയ പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു. ആര് പറഞ്ഞു ഇതെല്ലാം പപ്പയാണ് ചെയ്യുന്നതെന്ന്? റീത്താമാൻ്റിയും അങ്കിളുമാരും കൂടിയാ ഞങ്ങളുടെ കാര്യം നോക്കുന്നത്. ഈ വീടിരിക്കുന്ന സ്ഥലം വാങ്ങിച്ചു തന്നത് റീത്താമാൻ്റിയാ. ഇവിടെ വീട് വെച്ചത് ഏലിയാസ് അങ്കിളും സേവിച്ചൻ അങ്കിളും സാമുവേൽ അങ്കിളും കൂടിയാ. പപ്പ ഒന്നും ചെയ്തിട്ടില്ല. വല്ലപ്പോഴും റീത്താമാൻ്റി ചെന്ന് വഴക്കുണ്ടാക്കിയാൽ എന്തെങ്കിലും നക്കാപ്പിച്ച് തരും. പപ്പ മറ്റു പലർക്കും വാരിക്കോരി കൊടുക്കും, പട്ടികൾക്കും തെണ്ടിക്കയറി വരുന്നവർക്കും കൊടുക്കും. ടാനിയ രോഷാകുലിയായി. അങ്ങനല്ല മോളെ വിചാരിക്കേണ്ടത്. നിങ്ങൾ ആരും സ്നേഹിക്കാത്തത് കൊണ്ടാ പപ്പ പട്ടികളെ സ്നേഹിച്ചു തുടങ്ങിയത്. കൊടുക്കുന്ന സ്നേഹം തിരിച്ചു കിട്ടിയില്ലെങ്കിൽ കിട്ടുന്നിടത്തേക്ക് അത് വഴിതിരിഞ്ഞു പോകും. പപ്പ എനിക്ക് ചെയ്തു തന്ന സൗകര്യങ്ങളെപ്പറ്റി പറഞ്ഞത് ശരിയാ, പക്ഷേ അതിനൊരു കാരണമുണ്ട്. ജനിച്ചപ്പോൾ മുതൽ 23 വർഷക്കാലം സ്വന്തം മകൾക്ക് ഒരു ഓർഫനേജിൽ അനാഥയായി ജീവിക്കേണ്ടി വന്നല്ലോ എന്നുള്ള സങ്കടം പപ്പയുടെ മനസ്സിൽ കിടന്ന് നീറുന്നുണ്ട്. എങ്ങനെയാ കടം വീട്ടണമെന്ന് പപ്പയ്ക്ക് അറിയില്ല. പിന്നെ വേറൊന്നുകൂടിയുണ്ട് മോളെ. ഞാൻ സ്നേഹം കൊടുത്തിട്ടാ പപ്പ എനിക്ക് തിരിച്ചു തരുന്നത്. അത്രയും വലിയൊരു സ്ഥാനം പപ്പയ്ക്ക് എൻ്റെ മനസ്സിലുള്ളത് കൊണ്ടാ പപ്പയുടെ മനസ്സിൽ എനിക്ക് സ്ഥാനമുള്ളത്. പക്ഷേ നിങ്ങളോ മമ്മിയെയും റീത്താമാൻ്റെയും മാതൃകയാക്കി പപ്പയെ സ്നേഹിക്കാതിരിക്കുന്നു. പപ്പയ്ക്ക് നിങ്ങളോട് ഇപ്പോഴുള്ള സ്നേഹം പോലും കാണാൻ നിങ്ങൾക്ക് കണ്ണില്ല. ചില തെറ്റിദ്ധാരണകൾ പകർന്നു തന്ന് പപ്പയെ നിങ്ങളിൽ നിന്നും മറച്ചു വച്ചിരിക്കുകയാണ് അവർ. ഈ വീട് വയ്ക്കാനുള്ള പണം മുടക്കിയത് പപ്പയാണ്. ഈ സ്ഥലം വാങ്ങാൻ പൈസ കൊടുത്തതും പപ്പയാണ്. ഓരോ മാസവും 30,000-ൽ കുറയാത്ത തുക പപ്പ നിങ്ങൾക്ക് വേണ്ടി ചെലവിടുന്നുണ്ട്. പപ്പ എൻ്റെ അടുത്ത് കള്ളം പറയില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. ഇങ്ങനെയൊക്കെ തന്നിട്ട് നിങ്ങൾക്ക് പപ്പയോട് ഇഷ്ടമില്ല. അങ്ങോട്ട് നിങ്ങൾ ഒന്നും കൊടുക്കുന്നില്ല, സ്നേഹമില്ല, ബഹുമാനമില്ല. നിങ്ങളുടെ മനസ്സിൽ പപ്പയ്ക്ക് ഒരു സ്ഥാനവുമില്ല. വീണ്ടും വീണ്ടും ഇങ്ങോട്ട് കിട്ടുന്നില്ലെന്നാണ് പരാതി. ഈ പപ്പയെന്ന് പറയുന്ന ജീവി കരിങ്കല്ലൊന്നല്ല മോളെ, പച്ച മനുഷ്യൻ തന്നെയാ. അതിനു വേണം ഇത്തിരി സ്നേഹവും ബഹുമാനവും വാത്സല്യവും ഒക്കെ. അപ്പോൾ ടാനിയ പറഞ്ഞു, ഞങ്ങൾക്ക് പപ്പ ഇതുവരെ ഒന്നും വാങ്ങി തന്നിട്ടില്ല. എനിക്ക് കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ പപ്പയോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ചോദിച്ചത് ഏതെങ്കിലും തരാതിരുന്നിട്ടുണ്ടോ? എന്തിനാ ചോദിക്കുന്നേ? ചോദിക്കാതെ തന്നെ എല്ലാം അറിഞ്ഞ് ചെയ്യേണ്ടത് പപ്പയുടെ കടമയാ. എൻ്റെ മോളെ, കാരുണ്യവാനായ ദൈവം പോലും നമ്മൾ ചോദിച്ചാലേ എന്തെങ്കിലും തരൂ. അതുകൊണ്ടാണല്ലോ ആളുകൾ പ്രാർത്ഥിക്കുന്നതും വഴിപാട് കഴിക്കുന്നതുമെല്ലാം. ദൈവത്തെക്കാൾ വിശാല ഹൃദയമുള്ളവരല്ലല്ലോ മനുഷ്യർ. ചോദിക്കാത്തത് കിട്ടില്ലെന്ന് പറയുന്നത് ന്യായമാണോ? പിന്നെ കുറ്റപ്പെടുത്താനാണെങ്കിൽ നമുക്ക് കാരണങ്ങൾ ഇഷ്ടം പോലെ കണ്ടുപിടിക്കാൻ പറ്റും. സ്വന്തം അമ്മയെ തല്ലിയ ആൾക്കും ഒരു ന്യായം പറയാൻ കാണുമെന്ന് കേട്ടിട്ടില്ലേ? നിങ്ങൾ ഇത്രേ ചിന്തിക്കാവൂ. പപ്പയെ സ്നേഹിക്കുന്നതാണോ വെറുക്കുന്നതാണോ നിങ്ങൾക്ക് ഗുണകരമെന്ന്.
ടാനിയ മറുപടിയൊന്നും പറയാതെ കാൽനഖങ്ങളിലേക്ക് നോക്കി അല്പനേരം ഇരുന്നു. ടാനി, വാതേക്കൽ കനത്ത വിളിയൊച്ച. അലീന മുഖം തിരിച്ചു നോക്കി. എൽസമ്മ. നിനക്ക് രാവിലെ ട്യൂഷന് പോകേണ്ടതല്ലേ, ഉറങ്ങുന്നില്ലേ? ടാനിയ അലീനയുടെ നേർക്ക് ഒന്ന് പാളി നോക്കിയ ശേഷം കിടന്നു. ഉടൻ ടെൽസയും കിടന്നു. കുട്ടികൾക്ക് ഉറങ്ങണം, പഠിക്കുന്ന കുട്ടികളാ, ശല്യപ്പെടുത്തരുത്, ആരോടുന്നില്ലാതെ എൽസമ്മ പറഞ്ഞു. എൽസമ്മ മുറിയിലെ ലൈറ്റ് അണച്ചു. അലീന മുറിവിട്ടിറങ്ങിയതും അവർ ഒച്ചയോടെ വാതിലടച്ചു. ഹാളിൽ ടി വി കണ്ടുകൊണ്ടിരുന്ന ടോജയോട് പറഞ്ഞു. ടോജോ, മതി ടി വി കണ്ടത്. വല്യപ്പച്ചനെ നിന്റെ മുറിയിൽ കിടത്തിയേക്ക്. നീ എൻ്റെ മുറിയിലോട്ട് വാ. ടോജോ ടി വി നിർത്തി എഴുന്നേറ്റു. തൻ്റെ മുറിയിലെ ബെഡ് തട്ടിക്കൊടിഞ്ഞ ശേഷം അവൻ അവതക്കുട്ടിച്ചാനോട് പറഞ്ഞു. എൻ്റെ മുറിയിലോട്ട് കിടന്നോ. അവൻ എൽസമ്മയുടെ ബെഡ്റൂമിലേക്ക് പോയി. ആ വാതിൽ അടഞ്ഞു. ഹാളിൽ അവതക്കുട്ടിച്ചായനും അലീനയും മാത്രമായി. എനിക്കൊരു ബെർത്ത് കിട്ടി, നിനക്കോ? നീ വെയിറ്റിംഗ് ലിസ്റ്റിലായോ? തെല്ലു തമാശ രീതിയിൽ അവതക്കുട്ടിച്ചായൻ ചോദിച്ചു. എനിക്ക് ടിക്കറ്റ് പോലുമില്ല. ഞാൻ കള്ളവണ്ടി കയറിയതല്ലേ, എപ്പോഴാ ചെവിയെ പിടിച്ച് ഇറക്കി വിടുന്നതെന്ന് അറിയില്ല. അലീന അവതക്കുട്ടിച്ചാൻ്റെ തമാശ ആസ്വദിച്ചു പറഞ്ഞു. നീയേ ആ ചെറുക്കൻ പറഞ്ഞ മുറിയിലോട്ട് കിടന്നോ, ഞാൻ ഈ സോഫയിൽ ചുരുണ്ടുകൂടിക്കൊള്ളാം. വല്യപ്പച്ചൻ എന്നെ നോക്കണ്ട. അനാഥാലയത്തിൽ കിടന്ന എനിക്ക് ഇത് വല്ലതും ഒരു പ്രശ്നമാണോ? അലീന അത് നിസാരമാക്കി. റീത്താമ്മയുടെ വീട്ടിൽ കൂടിയാലോചന കഴിഞ്ഞ് അച്ഛൻ കുഞ്ഞും സേവിച്ചനും സാമുവലും ഏലിയാസും പിരിയുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അവർ പോകാൻ ഇറങ്ങിയപ്പോഴും റീത്താമ്മ ആവലാതിപ്പെട്ടു. എന്നാ പറയാനാ, എൻ്റെ ആങ്ങളമാരെല്ലാം ഇതുപോലെ ചുണകെട്ടതുങ്ങളായിപ്പോയി. അല്ലെങ്കിൽ ഒരു രാത്രി പോയിട്ട് ഒരു മണിക്കൂർ പോലും ആ ഒരുമ്പട്ടോള് എൻ്റെ അടിയത്തിയുടെ വീട്ടിൽ താമസിക്കില്ല. എടി, അതല്ലേടി ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. അവൾ ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് കയ്യെ പിടിച്ച് ഇറക്കി വിടാം. അവളുടെ കൂടെ ആ കിളവനും കൂടി ഉണ്ടായിപ്പോയില്ലേ. ഒന്നുമല്ലേലും എൽസമ്മയുടെ അമ്മായിയപ്പനല്ലേടി അയാൾ, സാമുവൽ ന്യായം പറഞ്ഞു. അതൊന്നുമല്ല കാര്യം. അവളുടെ മോന്തയും പാവം പിടിച്ച പോലുള്ള നിൽപ്പും കണ്ടപ്പം എല്ലാവരും അങ്ങ് തണുത്തുപോയി. അതും പോരാഞ്ഞ് നല്ല നയത്തിലുള്ള വർത്തമാനം. അവൾ ആരാ മോള്, പഠിച്ച കള്ളിയല്ലേ? ആളും പേരുമില്ലാത്ത കണ്ട അലവലാദികളൊക്കെ ചെന്നുകൂടിയേക്കുന്ന അനാഥശാലയല്ലേ അവളുടെ കളരി. സകല അഭ്യാസവും പാറ്റി തെളിഞ്ഞിട്ടല്ലേ അവൾ അവിടുന്ന് ഇറങ്ങിയത്. അവൾ മുമ്പിൽ വന്ന് നിന്ന് അയ്യോ പാവം പറയുമ്പം 4 അല്ല 8 ആങ്ങളമാരുണ്ടെങ്കിലും ഒരു ഗുണവുമില്ല. എല്ലാം വാലും താഴ്ത്തിക്കൊണ്ട് പോരും. അല്ല റീത്താമ്മേ, ആ പെങ്കൊച്ച് 2 ദിവസം അവിടെ താമസിച്ച എന്താ കുഴപ്പം? നിന്റേത് വല്ലതും അവൾ അടിച്ചു മാറ്റുമോ? അച്ഛൻ കുഞ്ഞ് ചോദിച്ചു. ചേച്ചിയുടെ കള്ളത്തരങ്ങളെ വെളിച്ചത്താകുമല്ലോ എന്നുള്ള പേടിയായിരിക്കും, സേവിച്ചൻ പറഞ്ഞു. ദേ, എൻ്റെ വായിന്നൊന്നും കേക്കല്ലേ സേവിച്ച. ചേച്ചിയുടെ കള്ളത്തരങ്ങള് ഏത് കള്ളത്തരമാണടാ ഞാൻ കാണിച്ചത്? എൽസമ്മയ്ക്കും പിള്ളേർക്കും ഞാനല്ലാതെ ആരുണ്ടടാ ഒരു സഹായം? ഞാനില്ലെങ്കിൽ കാണാമായിരുന്നു. റീത്താമ്മേ, ഇന്നൊരു ദിവസം നീ ക്ഷമിക്ക്. നാളെ ഞങ്ങളിങ്ങ് വരുന്നുണ്ട്. ആ പെണ്ണവിടെ എന്തെങ്കിലും കോപ്രായം ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവളെ അടിച്ചു പുറത്താക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു, ഏലിയാസ് പറഞ്ഞു. അതല്ല ഏലിയാസേ, അവളാ പിള്ളേര് ഓരോന്ന് പറഞ്ഞ് വഴിതെറ്റിക്കുമോന്നാ എൻ്റെ പേടി. സാമർത്ഥ്യക്കാരിയല്ലേ. റീത്താമ്മയുടെ ആങ്ങളമാർ കാറിലും ജീപ്പിലും ബൈക്കിലും ഒക്കെയായി പിരിഞ്ഞുപോയി. പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ തന്നെ റീത്താമ്മ ടോജോയെ വീട്ടിലേക്ക് വിളിപ്പിച്ചു. ഇന്നും അവിടുത്തെ അടുപ്പിൽ ഒന്നും വെച്ചുണ്ടാക്കണ്ട. നിങ്ങൾ ഓരോരുത്തർ ഇവിടെ വന്ന് കഴിച്ചിട്ട് പോയിക്കോ. അവളും കിളവനും 2 ദിവസം പട്ടിണി കിടക്കട്ടെ. ടോജോ തലകുലുക്കി സമ്മതിച്ചു. എൽസമ്മയുടെ വീട്ടിലെ അടുക്കള അടഞ്ഞു കിടന്നു. ഇതൊരു സമരമുറയാണെന്ന് അലീനയ്ക്ക് മനസ്സിലായി. അലീന രാവിലെ തന്നെ അവതക്കുട്ടിച്ചായനെ കടയിൽ പറഞ്ഞയച്ചു. അത്യാവശ്യം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങിപ്പിച്ചു. അലീന ടെൽസിയെയും കൂട്ടി കിച്ചണിൽ കടന്നു. അവിടെ ഒരു ശുചീകരണ പ്രക്രിയ നടത്തി. സ്റ്റൗ കത്തിച്ച് ചായ ഇട്ടു. ഇതിനിടയിൽ വിവരമറിഞ്ഞ് റീത്താമ്മ എത്തി. നിനക്കെന്താടി ഇവിടുത്തെ അടുക്കളയിൽ കാര്യം? ആര് പറഞ്ഞു ഇതിനകത്ത് കയറാനും അടുപ്പ് കത്തിക്കാനും? അവർ അലീനയെ ചോദ്യം ചെയ്തു. ഇവിടുത്തെ കുട്ടികളുടെ വല്യപ്പച്ചൻ ഇന്നലെ മുതൽ പട്ടിണിയിലാണ്. രാവിലെയും കഴിക്കാനൊന്നുമില്ല. ഒരു ചായ ഇട്ട് കൊടുത്തോട്ടെ? റീത്താമ്മയുടെ നാവടഞ്ഞു. നാണമില്ലെങ്കിൽ പിന്നെ എന്താ മേലാത്തത് എന്ന് പിറുപിറുത്തുകൊണ്ട് റീത്താമ്മ എൽസമ്മയുടെ മുറിയിലേക്ക് പോയി. അലീന എല്ലാവർക്കും ചായ ഉണ്ടാക്കി. ചായയുമായി എൽസമ്മയുടെ മുറിയിലേക്ക് നീങ്ങിയ അലീന അകത്തെ സംഭാഷണം കേട്ടു വാതിലിനപ്പുറം നിന്നു. നിനക്കെന്താ ഇത്ര മടി? മുൻപൊന്നും ഇത്രയും മടിയില്ലായിരുന്നല്ലോ. റീത്താമ്മ അനുജത്തിയെ ശാസിക്കുകയാണ്. എന്നും ഈ പ്രാർത്ഥനയും പാട്ടും ധ്യാനവും, എന്നിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? നീ നോട്ടീസ് കണ്ടോ? പേര് കേട്ട ധ്യാന ഗുരുക്കന്മാരാ ക്ലാസ് എടുക്കുന്നതും സാക്ഷ്യം പറയുന്നതും. തിരുവല്ലയിലോട്ട് ഇവിടുന്ന് ഇത്രക്കിത്ര ദൂരമല്ലേ ഉള്ളൂ. ഞായറാഴ്ച വചന പ്രഘോഷണം, തിങ്കൾ മുതൽ വെള്ളി വരെ ധ്യാനം. നിന്റെ മനസ്സിനൊരു വെളിച്ചം കിട്ടട്ടെ എന്ന് കരുതിയാ ഞാനീ പറയുന്നേ. വേണ്ട ചേച്ചി, എനിക്ക് മടുത്തു. എൽസമ്മയുടെ ദൈന്യസ്വരം.
അലീന അകത്തേക്ക് ചെന്നു. ചായ. അവൾ ചായക്കപ്പുകൾ വെച്ച ട്രേ നീട്ടി. ഇവിടെ ആർക്കും നിന്റെ ചായയൊന്നും വേണ്ട, റീത്താമ്മ വെറുപ്പോടെ പറഞ്ഞിട്ട് എൽസമ്മയുടെ നേർക്ക് തിരിഞ്ഞു. നാളെ രാവിലെ പോകണം. ധ്യാനം കൂടണമെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യണം. എന്തിനാ റീത്താമാൻറ്റി താല്പര്യമില്ലാത്തവരെ നിർബന്ധിക്കുന്നേ? അലീന ചോദിച്ചു. നീയൊക്കെ കൂടി അവളുടെ മനസ്സമാധാനം കെടുത്താൻ ഇറങ്ങി തിരിച്ചിരിക്കുകയല്ലേ. കർത്താവ് മാത്രമേ ഉള്ളൂ ഇന്ന് ഇവൾക്കൊരു തുണ, റീത്താമ്മ അമർഷത്തോടെ പറഞ്ഞു. ഭർത്താവിനെ സ്നേഹിക്കാതെ കർത്താവിനെ സ്നേഹിക്കാൻ പോയാൽ അവസാനം രക്ഷയ്ക്ക് കർത്താവ് കാണില്ല, ഭർത്താവും കാണില്ല, മനസ്സമാധാനവും ഉണ്ടാവില്ല. അത്രയും പറഞ്ഞ് അലീന ചായക്കപ്പുകളും എടുത്ത് തിരികെ നടന്നു. ഇത്രയുമാണ് ഇന്നത്തെ കഥ. ബാക്കി കഥയുമായി വീണ്ടും വരാം. ബൈ.